പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൽ നിന്നും മനുഷ്യൻ അകന്നു പോകുന്നതാണ് അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ജെറമിയ 2:13 കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ജീവജലത്തിൻ്റെ ഉറവ ദൈവമാണ്. ദൈവത്തെ ഉപേക്ഷിച്ചതാണ് മനുഷ്യന് പറ്റിയ ഏറ്റവും വലിയ തെറ്റും അധഃപതനത്തിന് കാരണവും വലിയ തിന്മയും. മനുഷ്യൻ്റെ അഹങ്കാരവും സ്വാർത്ഥതയും ധിക്കാരവും തന്നിഷ്ടവും മൂലം ദൈവത്തെ അനുസരിക്കാതെ തന്നിഷ്ടം പോലെ മനുഷ്യൻ ജീവിച്ചു. സൃഷ്ടാവിനേക്കാൾ ഉപരിയായി സൃഷ്ടവസ്തുക്കളെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് അവയെ ഉയർത്തുകയും ചെയ്തു. ഈ ലോകത്തിൻ്റെ ആകർഷണത്തിൽപ്പെട്ട് സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും ലോകത്തിൻ്റെ കയ്യടിക്കും അതുപോലെ ജഡമോഹങ്ങൾക്കും ചില വ്യക്തികൾക്കും ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തെ മറന്ന് മനുഷ്യൻ ജീവിച്ചു, ഇപ്പോഴും ജീവിക്കുന്നു. ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നാം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. ബാക്കിയെല്ലാം അതിൻ്റെ പിന്നിലുള്ളതാണ്. ചിലർ വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ തുല്യസ്ഥാനം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ ലോകവസ്തുക്കളും ദൈവം സൃഷ്ടിച്ചവയെല്ലാം നശ്വരങ്ങളാണ്. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകളാണ് അവയെല്ലാം. ജെറമിയ 2:21 കർത്താവ് ചോദിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത്. പിന്നെ എങ്ങനെ നീ ദുഷിച്ച കാട്ടുമുന്തിരിയായി തീർന്നു? മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്തകളും ഭാവനകളും എപ്പോഴും ദുഷിച്ചതു മാത്രമാണെന്ന് കർത്താവ് കണ്ടു. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ധനത്തിനും ലോകവസ്തുക്കൾക്കും കൊടുത്തപ്പോൾ ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ജെറമിയ 4:14 കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് ഈ ദുഷിച്ച ഹൃദയവും പേറി നടക്കുക? നമ്മുടെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ദുഷിച്ചതുമാണ്. അതുകൊണ്ടാണ് പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് എന്ന്. റോമ 1:18 മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അതിനാൽ നാം ദൈവത്തിലേക്ക് തിരിയണം. നമ്മുടെ പാപങ്ങളോർത്ത് പശ്ചാത്തപിച്ച് അവയെല്ലാം ഏറ്റുപറഞ്ഞ് നമുക്ക് വേണ്ടി മരിച്ച യേശുവിലേക്ക് നാം തിരിച്ചു വന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവം തന്നെ മാറ്റിത്തരും, പരിഹരിക്കപ്പെടും. നമ്മെ കാത്തിരിക്കുന്ന സ്നേഹനിധിയായ പിതാവാണ് നമ്മുടെ ദൈവം. ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും എന്ന് തിരുവചനം പറയുന്നുണ്ട്. റോമ 4:7-8 തിരുവചനങ്ങളിലൂടെ അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഭാഗ്യവാനാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്തു പറയുന്നു എന്നല്ല നാം ചിന്തിക്കേണ്ടത്. ദൈവം നമ്മെക്കുറിച്ച് എന്താണ് പറയുന്നത്? ദൈവം നമ്മിൽ കുറ്റങ്ങൾ കാണുന്നില്ല എങ്കിൽ നാം ഭാഗ്യവാന്മാരാണ്. അതിനാൽ നാം എന്താണ് ചെയ്യേണ്ടത്? യാക്കോബിൻ്റെ ലേഖനം 1:21-22 തിരുവചനങ്ങൾ, എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ എന്ന്. വചനം നാം അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ദൈവത്തോട് സ്നേഹമുള്ളവരും വിശ്വസ്തരുമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നന്മകൾ ചെയ്ത് ദൈവഹിതം നിറവേറ്റി ജീവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.